പിളർപ്പുകളും വിഭാഗീയതയും എല്ലാ കാലത്തും എല്ലാ പാർട്ടികൾക്കും തലവേദനയാണ്. പിളർപ്പിലൂടെ പിളർന്ന് പാർട്ടികൾ പലതുണ്ടായപ്പോൾ അതിൻ്റെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ അധികായന്മാർ തന്നെയായിരുന്നു. പിളർപ്പുകളുടെ കഥ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും ഒരുപാടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലെ ചാണക്യനായ കരുണാകരനും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തൻ്റെ അപ്രമാദിത്വം തെളിയിച്ച AK ആന്റണിയും പാർട്ടിക്ക് പുറത്തു പോകുകയും പുതിയ പാർട്ടികൾ രൂപീകരിക്കുകയും തിരിച്ചു വരികയും ചെയ്തത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പ്രസക്തമായ സംഭവ വികാസങ്ങളാണ്. ആ കഥകളിലേക്ക് ഒന്ന് പോകാം. പിളർപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ അടിയന്തരാവസ്ഥയിലേക്ക് പോകേണ്ടി വരും. 1970കളുടെ അവസാനത്തിൽ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം ഗ്രൂപ്പ് പോരാണ്. സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും പരസ്യമായി എതിർത്തുകൊണ്ട് AK ആന്റണി രംഗത്ത് വന്നതോടെ പാർട്ടി രണ്ടായി. AK ആന്റണിയുടെ A ഗ്രൂപ്പും K കരുണാകരൻ്റെ I ഗ്രൂപ്പും. പിന്നീട് കാലങ്ങൾ നീണ്ടുനിന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൻ്റെ ആരംഭം അവിടെ നിന്നായിരുന്നു. ഇന്ദിരയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നത് ലീഡറാണ്. ദേശീയ നേതൃത്വത്തോട് കലഹിച്ച് ആന്റണി കോൺഗ്രസ് A ആയി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ K കരുണാകരൻ സാക്ഷാൽ ഇന്ദിരയ്ക്കും കോൺഗ്രസിനും ഒപ്പമായിരുന്നു. 1978 ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പിന്തുണച്ചെങ്കിലും ആന്റണി ശക്തമായി എതിർത്തു. ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ഇന്ദിരയെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം 1978 ഒക്ടോബർ 27 കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. രാജൻ കേസിൽ ആരോപണം നേരിട്ട മുഖ്യമന്ത്രിയായ K കരുണാകരന് ശേഷം വന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ആന്റണി. 37-ാം വയസ്സിൽ ലഭിച്ച മുഖ്യമന്ത്രി പദമാണ് അന്ന് അദ്ദേഹം ഉപേക്ഷിച്ചത്. കോൺഗ്രസിലെ ചേരിപ്പോരിനെ തുടർന്ന് ആന്റണി ചെന്നെത്തിയത് പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്കായിരുന്നു. അടിയന്തരാവസ്ഥയും സഞ്ജയ് ഗാന്ധിയുടെ കോൺഗ്രസിലെ വളർച്ചയുമാണ് ഇന്ദിരയോടുണ്ടായിരുന്ന ആന്റണിയുടെ എതിർപ്പിന്റെ പ്രധാന കാരണം. 1976 ഗുവാഹത്തി കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ആന്റണി വിമർശിച്ചത് വലിയ വാർത്തയായിരുന്നു. 1980 കേരളത്തിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ EK നായനാർ സർക്കാരിനെയാണ് ആന്റണി പിന്തുണച്ചത്. അന്ന് ആന്റണിയുടെ കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. AK ആന്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, ആര്യാടൻ മുഹമ്മദ്, AC ഷൺമുഖദാസ്, VC കബീർ, C ഹരിദാസ്, NP മൊയ്തീൻ, സിറിയക് ജോൺ, വക്കം പുരുഷോത്തമൻ എന്നിങ്ങനെ 21 പേരായിരുന്നു കോൺഗ്രസ് എയുടെ MLA മാർ. ഇതിൽ PC ചാക്കോ, AC ഷൺമുഖദാസ്, വക്കം പുരുഷോത്തമൻ, ആര്യാടൻ മുഹമ്മദ് എന്നിവർക്ക് മന്ത്രിസ്ഥാനവും ലഭിച്ചു. AK ആന്റണിക്ക് അന്ന് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് എയുടെ നേതാവായി തന്നെ തുടർന്നു. ആന്റണിയും A ഗ്രൂപ്പും അധികകാലം ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല. LDF സർക്കാരിൽ CPM വെല്ലിയേട്ടൻ മനോഭാവം കാണിക്കുന്നു എന്ന പരാതി ആന്റണി വിഭാഗത്തിനുണ്ടായിരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ CPM അനാവശ്യമായി ഇടപെടുന്നുവെന്നും തങ്ങളുടെ പാർട്ടിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നുമുള്ള പരാതിയുണ്ടായി. അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലായതിലും ആന്റണി പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് ശൈലിയുമായി ദീർഘകാലം ഒത്തുപോകാൻ കഴിയില്ലെന്ന് ആന്റണിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ തന്നെ ആന്റണിക്കും ഇന്ദിരയ്ക്കും ഇടയിലുണ്ടായിരുന്ന മഞ്ഞുമല ഉരുകാൻ തുടങ്ങിയിരുന്നു. രാജീവ് ഗാന്ധി പാർട്ടിയിൽ സജീവ സാന്നിധ്യമായതും വീണ്ടും ആന്റണിയെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന K കരുണാകരൻ ആന്റണിയെ ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ നിരന്തര ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഈ നീക്കങ്ങളെല്ലാം ഫലം കണ്ടു. 1981 ഒക്ടോബർ 16 ആന്റണി വിഭാഗം പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ EK നായനാർ മന്ത്രിസഭ താഴെ വീഴുന്ന നിലയിലെത്തി. ഒക്ടോബർ 20 നായനാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ആന്റണി അന്നെൻ്റെ കാല് വാരി എന്നാണ് അന്നത്തെ സംഭവത്തെക്കുറിച്ച് സ്വതസിദ്ധമായ നർമ്മത്തിൽ നായനാർ പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിൻ്റെ അനുനയ ശ്രമങ്ങൾ ഫലം കണ്ടു. 1982 ആന്റണിയുടെ കോൺഗ്രസ് A ഔദ്യോഗിക കോൺഗ്രസിലേക്ക് ലയിച്ചു. ആന്റണിയുടെ തിരിച്ചുവരവിനെ ഇന്ദിരാഗാന്ധി സ്വാഗതം ചെയ്യുകയും മടങ്ങിവരവ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും ഇന്ദിരാഗാന്ധി വിലയിരുത്തി. അധികം വൈകാതെ AK ആന്റണി AICC ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. പിന്നീട് കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ നാളുകളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷവും രാജീവ് ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം ആന്റണിക്ക് ഗുണം ചെയ്തു. ആന്റണി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ A ഗ്രൂപ്പിൻ്റെ നേതാവായി കേരളത്തിലുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. 1995 ISRO ചാരക്കേസിനെ തുടർന്ന് K കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ നിന്നെത്തിയത് ആന്റണിയായിരുന്നു. K കരുണാകരനെ അത് വല്ലാതെ അസ്വസ്ഥനാക്കി. ഗ്രൂപ്പ് വഴക്കുകൾ പിന്നീടും തുടർന്നത് കരുണാകരൻ തൻ്റെ മക്കളായ K മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയും പാർട്ടിയിൽ വളർത്താൻ നോക്കിയതിൽ നിന്നാണ്.
പാർട്ടിയിലെ ഇത്തരം നിലപാടുകൾ കരുണാകരനെതിരെ തിരിയാൻ ആന്റണിയെ പ്രേരിപ്പിച്ചു. അപ്പോഴേക്കും കരുണാകരന് മുകളിലേക്ക് കോൺഗ്രസിൽ ആന്റണിയുടെ അപ്രമാദിത്വം വളർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മകനായ കെ മുരളീധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കരുണാകരനെ ചൊടിപ്പിച്ചു. പാർട്ടി തന്നെ അവഗണിക്കുന്നെന്നാരോപിച്ച് കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ടു. 2005 മെയ് 1 തൃശൂരിൽ നടന്ന പരിപാടിയിൽ കെ കരുണാകരൻ ജനാധിപത്യ ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ DICK എന്ന പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. 2005 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന DICK പലയിടത്തും UDF കോട്ടകളിൽ വോട്ടു ചോർച്ചയുണ്ടാക്കി. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേരാൻ കാത്തിരുന്ന DICK അതിന് സാധിച്ചില്ല. മുന്നണി പ്രവേശത്തെ VS ശക്തമായി പ്രതിരോധിച്ചു. 2006 UDFനൊപ്പം ചേർന്ന് മത്സരിച്ചിട്ടും DICK കനത്ത തോൽവി ഏറ്റുവാങ്ങി. ഈ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ ശരത് പവാർ നയിക്കുന്ന NCPയുമായി ലയിക്കാൻ കരുണാകരൻ തീരുമാനിച്ചത്. ലയനത്തിന് ശേഷം കെ മുരളീധരൻ NCPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു. ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമാകുന്നതിലൂടെ ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം എളുപ്പമാക്കാമെന്ന് കരുണാകരൻ കണക്കുകൂട്ടി. കാരണം അന്ന് NCP ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങൾ പാളിയപ്പോൾ ചാണക്യനായ കരുണാകരന് തോൽവി സമ്മതിക്കേണ്ടി വന്നതിനും കേരളം സാക്ഷിയായി. 2007 തന്നെ കരുണാകരൻ NCP വിട്ട് മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴേക്കും പാർട്ടിയിലെ കരുണാകരന്റെ സ്വാധീനം പരിതാപകരമായി മാറിയിരുന്നു. ലീഡർ തിരികെ എത്തിയെങ്കിലും മകൻ കെ മുരളീധരൻ NCPയിൽ തന്നെ തുടർന്നു. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് NCP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും കെ മുരളീധരൻ പരാജയപ്പെട്ടു. NCPയിൽ ഭാവിയില്ലെന്ന് തിരിച്ചറിഞ്ഞ മുരളീധരനും 2011 കോൺഗ്രസിലേക്ക് തിരികെ എത്തി. രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ ചാണക്യനായിരുന്ന ലീഡർക്ക് പോലും മക്കളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അടിപതറിപ്പോയതും ആദ്യം പാർട്ടി പിളർന്ന് പുറത്തുപോയ AK ആന്റണി അതിശക്തനായി തിരിച്ചു വരുന്നതുമാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ പൊട്ടിത്തെറികൾ ആവർത്തിക്കുമ്പോൾ സുവ്യക്തമായ പിളർപ്പിൻ്റെ ഈ ചരിത്രമാണ് നേർസാക്ഷി.